ഡൗൺവേർഡ് എന്ന് പറയുമ്പോൾ എന്താ വെർട്ടിക്കൽ ആണ്. അപ്പൊ നോക്കിയേ, ഇനി ഫോഴ്സിനെ റിസോൾവ് ചെയ്യുമ്പം നമ്മൾ പറയുന്നത് ഇതില് എഫ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിൽ എഫ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുക, ഈ പോയിന്റിലാണ് ആക്ട് ചെയ്തത് എഫ് എന്ന് പറയുന്ന ഫോഴ്സ്. ഈ ഫോഴ്സിനെ നമുക്കറിയാം, ഈ പോയിന്റിനെ ഈ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും കൊണ്ടുവന്നേ? മുകളിലേക്ക് വലത്തോട്ട്. അപ്പൊ ഇൻക്ലൈൻഡ് ഫോഴ്സ് അല്ലേ ഈ വന്നിരിക്കുന്നേ? ആണല്ലോ. ഞാൻ പറഞ്ഞു ട്രൂലി വെർട്ടിക്കൽ ആണെങ്കിൽ അതിന് കമ്പോണൻസ് ഇല്ല, ട്രൂലി ഹൊറിസോണ്ടൽ ആണെങ്കിൽ അതിന് കമ്പോണൻസ് ഇല്ല. ഇത് ഇൻക്ലൈൻഡ് ഫോഴ്സ് ആണ്. ആ ഇൻക്ലൈൻഡ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ there is an inclination ഉണ്ട്, ഒരു ചരിവുണ്ട്. അത് വെർട്ടിക്കൽ ആയിട്ടും എടുക്കാം, ഹൊറിസോണ്ടൽ ആയിട്ടും എടുക്കാം. പക്ഷെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾ ഒന്ന് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കുന്നത് തെറ്റല്ല, ഇങ്ങനെ എടുക്കുന്നതും തെറ്റല്ല, ഏതെങ്കിലും ഒന്ന് എല്ലാവരും ഫോളോ ചെയ്യുക. അതായത് ഞാൻ എപ്പോഴും എടുത്തിരിക്കുന്നത് ഈ ഹൊറിസോണ്ടൽ, ഇത് എക്സ് ആക്സിസ് അല്ലേ, ഇത് വൈ ആക്സിസ്. ഞാൻ എപ്പോഴും എടുക്കുന്ന ആംഗിള്, ഞാൻ പറയാൻ പോകുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആക്സിസുമായിട്ടാണ്. ദിസ് ആംഗിൾ ഈസ് ടേക്കൺ ആസ് തീറ്റ. ഈ ആംഗിൾ തീറ്റ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ പോയിന്റിനെ, ഇവിടെ ഇരിക്കുന്ന പോയിന്റിനെയാണ് ഈ തള്ളിക്കൊണ്ട് പോയിരിക്കുന്നത്. ഈ പോയിന്റിനെ നമുക്ക് എങ്ങനെയൊക്കെയുള്ള മൂവ്മെന്റ് ഉണ്ടായിരിക്കുന്നേ? കുറച്ച് വലത്തോട്ട് മാറി കുറച്ച് മുകളിലേക്കാ വന്നിരിക്കുന്നേ അല്ലേ? ആണോ? അപ്പൊ കുറച്ച് വലത്തോട്ട് മാറി കുറച്ച് മുകളിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഫോഴ്സിനെ നമ്മൾ സാധാരണ റിസോൾവ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇത് ഹൊറിസോണ്ടൽ കമ്പോണന്റ്, ഇത് വെർട്ടിക്കൽ കമ്പോണന്റ്, ഇത് ഫോഴ്സ്, ഇത് ഫോഴ്സ്, ഇതെന്തുവാ? ഈ വരച്ചനുസരിച്ച് ഇത് ഹൊറിസോണ്ടൽ കമ്പോണന്റ്, ഇതെന്തുവാ? വെർട്ടിക്കൽ കമ്പോണന്റ്. ഈ ഫിഗർ അനുസരിച്ച് ഇത് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആണെങ്കിൽ ഇത് എന്താ? ഇത് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആണെങ്കിൽ ഇത് ഹൊറിസോണ്ടൽ കമ്പോണന്റ് അല്ലേ? ഇത് വെർട്ടിക്കൽ കമ്പോണന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതും വെർട്ടിക്കൽ കമ്പോണന്റ് ആണ്. അപ്പൊ നോക്കിയേ, ഞാനപ്പോ ഇതിനെ ഒന്ന് എന്താ കമ്പോണൻസ് ആക്കാൻ പോവാണ്. അപ്പൊ ഈ ആംഗിള് എന്താണ്? തീറ്റയാണ്. അപ്പൊ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ഫോഴ്സ് എഫ് എന്ന് പറയുന്ന ഫോഴ്സ് ആണ് ഈ പോയിരിക്കുന്നത്. അപ്പൊ ഈ എഫ് എന്ന് പറയുന്ന ഫോഴ്സ് കുറച്ച് വലത്തോട്ട്, ഈ പോയിന്റിനെ കുറച്ച് വലത്തേക്ക് കൊണ്ടുപോകും, കുറച്ച് മുകളിലേക്ക് കൊണ്ടുപോകും. ഇത് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആൻഡ് ദിസ് വൺ ഈസ് വെർട്ടിക്കൽ കമ്പോണന്റ്. മനസ്സിലായാലും? നമുക്ക് ഇനി ഹൊറിസോണ്ടൽ കമ്പോണന്റും വെർട്ടിക്കൽ കമ്പോണന്റും കാണാനുള്ള ഇക്വേഷൻ കൊണ്ടുവരികയാണ്. ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിനെ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ ഞാൻ പേര് കൊടുക്കുന്നു OAB. ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിനെ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ വേണ്ടേ? വെർട്ടിക്കൽ കമ്പോണന്റ് എന്താ, ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്താണ് അതിന് വേണ്ടേ? അപ്പൊ ഞാൻ കൊടുക്കുന്നു സൈൻ തീറ്റ. സൈൻ തീറ്റ എങ്ങനെ എഴുതാം? ഈ ഒരു ട്രയാംഗിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സൈൻ തീറ്റ എങ്ങനെ എഴുതാം? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് അല്ലേ? ഓപ്പോസിറ്റ് സൈഡ് എതിർവശം ബൈ ഈ നീളം കൂടിയ വശം കർണം അല്ലേ? അപ്പൊ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് AB അല്ലേ? AB ബൈ OA, ഇതിന്റെ നീളം കൂടിയ വശം. ഇനി സൈൻ തീറ്റ എന്ന് പറയുന്ന ഒന്നുകൂടെ ആലോചിച്ചേ. സൈൻ തീറ്റ AB എന്ന് പറയുന്നത് എന്താ? AB എന്ന് പറയുന്നത് വെർട്ടിക്കൽ കമ്പോണന്റ്, വെർട്ടിക്കൽ കമ്പോണന്റ് അല്ലേ? ഇനി ഡിവൈഡഡ് ബൈ OA എന്താണ്? OA F അല്ലേ? അപ്പൊ നമുക്ക് എന്താ വേണ്ടേ? ഇതല്ലേ അറിയാത്ത എത്ര ആണെന്നുള്ളത്. അപ്പം വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് എഫ് എങ്ങനെ എഴുതാം? ക്യാപിറ്റൽ F സൈൻ തീറ്റ. വെർട്ടിക്കൽ കമ്പോണന്റ് കാണാനുള്ള ഇതെന്ന് പറയുന്നത് F സൈൻ തീറ്റ. ഇനി നമുക്ക് കോസ് തീറ്റ എന്ന് എടുക്കാം. കോസ് തീറ്റ ഈസ് ഈക്വൽ ടു, കോസ് തീറ്റ എടുക്കുകയാണെന്നുണ്ടെങ്കിലോ ഈ തീറ്റയുടെ കോസ് എങ്ങനെയാ? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. അഡ്ജസന്റ് സൈഡ് OB ബൈ ഹൈപ്പോട്ടിന്യൂസ് OA. OB അല്ലേ നമുക്ക് വേണ്ടിയ ഹൊറിസോണ്ടൽ കമ്പോണന്റ് അല്ലേ? അപ്പൊ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു ഹൊറിസോണ്ടൽ കമ്പോണന്റ് ബൈ OA എന്ന് പറയുന്നത് F. Therefore horizontal component is equal to F cos theta. Okay. അപ്പൊ നമുക്ക്
നമുക്ക് നോക്കിയേ, റെസല്യൂഷൻ ഓഫ് ഫോഴ്സസില് ഞാൻ ഇങ്ങനെ ഒരു പോയിന്റിലേക്ക് എഫ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുകയാണെന്ന് വെച്ചോ. ഇതിലേക്ക് എഫ് എന്ന് പറയുന്ന ഫോഴ്സ് ആക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പോയിന്റ് ഇങ്ങോട്ട് മാറി ഇവിടെ ഇരിക്കും. ഈ പോയിന്റ് പി എന്നുള്ളത് ഈ P1 എന്ന് പറയുന്ന പൊസിഷനിലേക്ക് മാറിയിരിക്കും അല്ലെ. അപ്പൊ അതിന് പകരം ഈ പോയിന്റില് എഫ് കോസ് തീറ്റ, എഫ് സൈൻ തീറ്റ എന്ന് പറയുന്ന അളവ് ഉള്ള ഫോഴ്സസ് കൊടുക്കുവാണെങ്കിലും എന്താ വരുന്നേ, ഇവിടെ ഇരിക്കുന്ന ഫോഴ്സ് സെയിം എഫക്റ്റ് ആയിരിക്കും ഉണ്ടാകുന്നേ. ഈ പോയിന്റ് എങ്ങോട്ട് പോകും, ഇതിന് ഹൊറിസോണ്ടൽ ഇത്രയും വലത്തോട്ട് മാറി ഇത്രയും മുകളിലേക്ക് മാറിയല്ലേ ഇരിക്കുന്നേ. അപ്പം അത് ഈ ഒരു സിംഗിൾ ഫോഴ്സിനെ തന്നെ എന്താക്കി, രണ്ട് കമ്പോണന്റ് ഫോഴ്സസ് ആക്കി. അത് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള രണ്ട് ആക്സിസിലാണ് അതാക്കിയത്. എക്സ് ആക്സിസിന് കറസ്പോണ്ടിങ് വാല്യൂ എഫ് കോസ് തീറ്റ എന്നും വൈ ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എഫ് സൈൻ തീറ്റ. ഞാൻ മുമ്പേ പറഞ്ഞ ഉദാഹരണം, ഒരാൾ നിന്ന് ചെയ്യുന്ന ജോലി അയാളെ മാറ്റി അയാളെക്കാളും വീക്കായിട്ടുള്ള അയാൾ വലിയൊരു ബലവാനായിരുന്നു, അയാൾ ചെയ്യുന്ന ജോലി എന്ത് പറഞ്ഞു, രണ്ടു പേരെ നിർത്തി അതേ ജോലി ചെയ്യിക്കുന്നതിന് തുല്യമാണ് എന്ത്, റിസോൾവ് ചെയ്യുക എന്ന് പറയുന്നത്. ഒരു സിംഗിൾ ഫോഴ്സിനെ എന്ത് ചെയ്തു, റിസോൾവ് ചെയ്ത് രണ്ട് കമ്പോണന്റ്സ് ആക്കി. അതിനെ കമ്പോണന്റ്സ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസിൽ രണ്ട് കമ്പോണന്റ്സ് ആക്കിയിട്ട് അതിനെന്താ, ആ സിംഗിൾ ഫോഴ്സ് ഉണ്ടാക്കുന്ന സെയിം എഫക്ട് തന്നെയാണ് ഈ രണ്ട് കമ്പോണന്റ് ഫോഴ്സസ് കൂടെ അതിൽ ആക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. മനസ്സിലായല്ലോ. ഇതിനെയാണ് റെസല്യൂഷൻ എന്ന് പറയുക, റെസല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി റെസല്യൂഷന്റെ അതിന് നേരെ വേറൊരു പേരാണ് കോമ്പോസിഷൻ ഓഫ് ഫോഴ്സസ്. നേരെ തിരിച്ചൊന്നാലോചിച്ചേ, രണ്ടുപേരെ നിർത്തി ഈ രണ്ടുപേർക്കും ആഹാരം കൊടുക്കുന്നതൊക്കെ ആലോചിച്ചാല് അത്രയും ജോലി ഒറ്റ ഒരാൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ആളിനെ നിർത്തുന്നതായിരിക്കത്തില്ലേ നല്ലത്, കൂലിയും കുറവായിരിക്കത്തില്ലേ എന്ന് പറയുന്ന പോലെ രണ്ട് ഫോഴ്സസ് ഉണ്ട്. ഇങ്ങനെ ഒരു പോയിന്റില് ഒരു ബോഡിയില് രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. ഇത് 6ഉം 4ഉം ആണ്. ഇതുണ്ടാക്കുന്ന എഫക്റ്റ് എന്ന് പറയുന്നത് ഒരു 10 ന്യൂട്ടൺ ഫോഴ്സ് ഇതില് ആക്ട് ചെയ്തപ്പം അതേ എഫക്റ്റ് അല്ലേ ഉണ്ടായത് അല്ലേ. അപ്പം ഇതിനെ പിന്നെ എന്താ ഫോഴ്സസ് കമ്പൈൻ ചെയ്യുന്നത്, കോമ്പോസിഷൻ ഓഫ് ഫോഴ്സസ് എന്ന് പറയും. റെസല്യൂഷൻ ഓഫ് ഫോഴ്സസിന്റെ ഓപ്പോസിറ്റ് വാക്കാണ് കോമ്പോസിഷൻ ഓഫ് ഫോഴ്സസ്. അതിന്റെ റെസല്യൂഷന്റെ ഡെഫിനിഷൻ, the process of splitting up the given force into a number of components along any two mutually perpendicular directions without changing its effect of the body. Composition of forces എന്ന് പറയുമ്പോൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ്, process of replacing several forces by a single force. several ഫോഴ്സസിനെ റീപ്ലേസ് ചെയ്ത് ഒരു സിംഗിൾ ഫോഴ്സിലേക്ക് കൊണ്ടുവരുന്നു. എഫക്റ്റ് രണ്ടും സെയിം ആണ്. സെവറൽ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നതും ഈ ഒരു സിംഗിൾ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതും ആ ബോഡിയിൽ ഉണ്ടാക്കുന്ന എഫക്റ്റ് സെയിം ആണെങ്കിൽ അതിനെ കോമ്പോസിഷൻ ഓഫ് ഫോഴ്സസ് എന്ന് പറയുന്നു. മനസ്സിലായല്ലോ. അപ്പൊ ഇനി നോക്കിയേ, ഈ റെസല്യൂഷൻ ഓഫ് ഫോഴ്സസ് ലീനിയർ ഫോഴ്സ്. ഇപ്പൊ നോക്കിയേ, റെസല്യൂഷൻ ഓഫ് ഫോഴ്സസ് എന്ന് പറയുന്നത് എന്താ, ഒരു സിംഗിൾ ഫോഴ്സിനെ പലത് ആക്കുന്നെന്ന് പറഞ്ഞില്ലേ. അതുപോലെ കോമ്പോസിഷൻ ഓഫ് ഫോഴ്സസ് എന്ന് പറയുമ്പോൾ സെവറൽ ഫോഴ്സസ് ഒരു ബോഡിയിൽ ആക്ട് ചെയ്യണമെങ്കിൽ അതിനെ ഒരു സിംഗിൾ ഫോഴ്സ് കൊണ്ട് റീപ്ലേസ് ചെയ്യുക. രണ്ടും ടേം പഠിച്ചു കഴിഞ്ഞു. ഇനി നോക്കിയേ, അതിനകത്ത് അടുത്തത് പറയുന്നതിന് മുമ്പ് തന്നെ റിസൾട്ടന്റ് എന്നൊരു വാക്ക് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. റിസൾട്ടന്റ് ഓഫ് ഫോഴ്സസ്. ഞാനൊരു 10 പേരെ ജോലിക്ക് നിർത്തുന്നു എന്ന് വിചാരിക്കുക. 10 പേരെ ജോലിക്ക് നിർത്തുക. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബോഡി ഇവിടെ ഇരിക്കുക, അവിടുന്നും ഇവിടുന്നും എല്ലാരും പലയിടത്തുനിന്ന് തള്ളുക ഈ ബോഡിയിലേക്ക്
ബോഡിയിലേക്ക് തള്ളുമ്പം ഈ ഫോഴ്സിനുള്ള ഇതെന്താ, ഈ ഫോഴ്സിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞത് ഈ ബോഡിയെ മുകളിലേക്ക് വലത്തേക്ക് കൊണ്ടുപോകുന്നു. ഈ ഫോഴ്സിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞത് താഴെ വലത്തോട്ട് കൊണ്ടുപോകുന്നു. ഈ ഫോഴ്സ് വീണ്ടും മുകളിലേക്ക് റൈറ്റിലേക്ക് കൊണ്ടുപോകുന്നു. ഇതോ ലെഫ്റ്റിലേക്ക് മുകളിലേക്ക് കൊണ്ടുപോകുന്നു. ഇത് താഴെ ഇടത്തോട്ട് കൊണ്ടുപോകുന്നു. പല എഫക്റ്റ് അല്ലേ വന്നിരിക്കുന്നേ. അപ്പം ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇത് മുന്നോട്ടാണോ പോകുന്നത്, പുറകോട്ടാണോ പോകുന്നത്, എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയത്തില്ല. ഇതിന്റെ എല്ലാം കൂടെ ബലം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ക്യാൻസൽ ആക്കിയിട്ട് ഏതെങ്കിലും ബലം കൂടിയ ഡയറക്ഷനിൽ കുറച്ചു പോകും അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇയാൾക്കൊരു 10 ന്യൂട്ടൺ ഫോഴ്സ്, ഇയാൾക്കൊരു 5, ഇത് പല ബലങ്ങൾ ഇവിടെ വരുമ്പം ഈ ബോഡി ശരിക്കും പറഞ്ഞാല് എത്രത്തോളം പോകുന്നു പറയാൻ പറ്റില്ല. അതായത് നമ്മൾ ഇപ്പം കണ്ടുവരുന്നതാണ്, കുറെ ജോലിക്കാര് ഒന്നിച്ചൊരു പ്ലോട്ട് വൃത്തിയാക്കാൻ നിൽക്കുവാണെങ്കിൽ അവർ കുറച്ചു നേരം കഥ പറയും, കുറച്ചു നേരം ആഹാരം കഴിക്കാൻ എടുക്കും, കുറച്ച് ഇങ്ങനെ കുറെ സമയം അവരുടെ വേസ്റ്റ് ആയി പോയിട്ട് ഫലത്തിൽ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് വളരെ കുറച്ചായിരിക്കും ചിലപ്പോ. ഉദാഹരണം പറഞ്ഞാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, ഇത് മുതലാവത്തില്ല എന്ന് വിചാരിച്ച്, ഇത് നഷ്ടക്കോളാന്ന് വിചാരിച്ച് ഈ 10 പേരെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് നല്ല ആരോഗ്യമുള്ള സിൻസിയർ ആയിട്ടുള്ള ഒരാളെ അങ്ങ് നിർത്തി. ഓക്കെ, ആ ആൾ എന്ത് ചെയ്തു, ഈ 10 പേര് കഴിഞ്ഞ ദിവസം ചെയ്ത ജോലി അയാൾ പിറ്റേന്ന് ഒറ്റയ്ക്ക് ചെയ്തു. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ അങ്ങനെ വരുന്ന ആ ഒറ്റയാനെ പറയുന്ന പേരാണ് എന്തെന്നറിയോ, റിസൾട്ടന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ റിസൾട്ടന്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഫോഴ്സസ് ഇങ്ങനെ ആക്ട് ചെയ്യുമ്പം ഇത് ദാണ്ട് കുറച്ച് ദാണ്ട് ഇത്രയും കൂടെ മൂവ്മെന്റ് ഇതിന് വരുന്നുള്ളൂ. ദാണ്ട് ഈ ഡയറക്ഷനില് ഇച്ചിരി വലത്തേക്ക് മാറി, ഇച്ചിരി മുകളിലേക്ക് മാറി, ഇത്രയും ഒരു മൂവ്മെന്റ്, ഇത്രയും ഫോഴ്സ് ഇതിൽ ആക്ട് ചെയ്തിട്ട് ഇത്രയും മൂവ്മെന്റേ വരുന്നുള്ളൂ. എങ്കിൽ ഈ ഫോഴ്സസിനെ എല്ലാം അങ്ങോട്ട് മാറ്റിയിട്ട് ഈ ഒരു ഡയറക്ഷനിൽ ദാണ്ട് ഒറ്റ ഫോഴ്സിനെ ആക്ട് ചെയ്താൽ പോരെ ഇത്രയും ചെയ്യാൻ. അതായത് പല ഡയറക്ഷനിൽ നിന്നിട്ട് പല ഫോഴ്സ് ഇതിലേക്ക് ആക്ട് ചെയ്തപ്പം ഇത്രയും മൂവ്മെന്റ് ആണ് ഉണ്ടായിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ബലം ക്യാൻസൽ ആയി പോയിട്ടാണ് ഇത്രയും മൂവ്മെന്റ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇവന്മാരെ എല്ലാം അങ്ങ് പറഞ്ഞു വിട്ടിട്ട് ഒറ്റ ഫോഴ്സിനെ ഇവിടെ കൊടുക്കുകയാണ്. ഈ സെയിം എഫക്ട് ഇത്രയും പേര് ചേർന്ന് ഇതിലുണ്ടാക്കുന്ന എഫക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു സിംഗിൾ ഫോഴ്സിനെ റീപ്ലേസ് ചെയ്യുന്ന മെത്തേഡിന്, ആ സിംഗിൾ ഫോഴ്സിന് പറയുന്ന പേരാണ് റിസൾട്ടന്റ് എന്ന് പറയുന്ന ഫോഴ്സ്. ഓക്കെ, അപ്പൊ നോക്കിയേ, നമുക്കിപ്പോ ഒരു കൊലീനിയർ ഫോഴ്സ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. കൊലീനിയർ ഫോഴ്സ് എന്താണ്? റോഡ് ആലോചിക്കാൻ പറഞ്ഞു, വെഹിക്കിൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. അപ്പൊ ദേ ഇങ്ങനെ ഒരു കൊലീനിയർ, ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി കൂടെ മനസ്സിലാവും. ഇത് ഒരു 10 ന്യൂട്ടൺ ഫോഴ്സ് ഇങ്ങോട്ടുണ്ട് അല്ലെ, ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു 5 ന്യൂട്ടൺ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് 10 ഉണ്ട്, അവിടുന്ന് ഇങ്ങോട്ട് 5 ഉണ്ട്. വീണ്ടും ഇങ്ങോട്ടൊരു 15 ന്യൂട്ടൺ ഉണ്ട്, വീണ്ടും അങ്ങോട്ടൊരു 20 ന്യൂട്ടൺ. ഇത്രയുമാണ്. ഫലത്തിൽ എത്ര വരും എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങോട്ടുള്ള ഡയറക്ഷനിൽ എത്ര വരുന്നുണ്ട്, അങ്ങോട്ടുള്ള ഇടി എത്ര ഉണ്ട് നോക്കിയേ. ഡയറക്ഷൻ റൈറ്റിലേക്കുള്ള ഡയറക്ഷനിലുള്ള ബലം എത്രയൊക്കെയാ? റൈറ്റിലേക്ക് 10, 20. ടോട്ടല് റൈറ്റിലോട്ട് പോയിരിക്കുന്ന ബലം ഏതാണ്? 10ഉം 30 അല്ലെ. ഇനി ലെഫ്റ്റിലോട്ട് പോയിരിക്കുന്നത് ഏതാ? ഇത് ലെഫ്റ്റ്, ഇതും ലെഫ്റ്റ്. 15ഉം 5ഉം 20. ലെഫ്റ്റിലേക്ക് 20. ചുരുക്കം പറഞ്ഞാൽ ഇതിന്റെ എത്ര ബലമാണ് എഫക്റ്റിൽ വരുന്നത്? എത്ര ബലമാണ് വരുന്നേ? 30, 20 ക്യാൻസൽ ആയി പോയിട്ട് 10 ന്യൂട്ടണ്. ബാക്കി 30ഉം 20ഉം പടം വലിക്കുന്ന പോലെ 30ഉം 20ഉം ക്യാൻസൽ ആയി പോയിട്ട് 10 ന്യൂട്ടൺ ഉണ്ട്. അതെങ്ങോട്ടാണ് പോകുന്നത് എന്ന് ആലോചിച്ച് നോക്കിയേ. വലുതേതാ? റൈറ്റിലേക്ക് പോകുന്നത്. അതിന്റെ മൂവ്മെന്റ് എങ്ങോട്ടാണ്? റൈറ്റിലേക്കാണ് മൂവ്മെന്റ്. അപ്പൊ നോക്കി, ഈ കൊലീനിയർ ഫോഴ്സസിൽ ഇതിനെ എല്ലാം അങ്ങോട്ട് മാറ്റിയിട്ട് ഒറ്റ ഫോഴ്സ് 10 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്താൽ പോരെ. അപ്പൊ ഈ ഫോഴ്സ് എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ? റൈറ്റിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പൊ ഈ 10 ന്യൂട്ടൺ ഫോഴ്സിനെ എന്താ പറയുക? റിസൾട്ടന്റ് എന്ന് പറയും. അപ്പം 10 ന്യൂട്ടൺ ഫോഴ്സിനെയാണ് നമ്മൾ റിസൾട്ടന്റ്. അതായത് ഒരുപാട് ഫോഴ്സസ് ഒരു ബോഡിയിലേക്ക് ആക്ട് ചെയ്യുമ്പം ആ പല ഫോഴ്സസ് ഉണ്ടാക്കുന്ന എഫക്റ്റ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഫോഴ്സിന് ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ ആ പല ഫോഴ്സസിനെ അവിടുന്ന് മാറ്റം ചെയ്തിട്ട് ആ സിംഗിൾ ഫോഴ്സ് കൊണ്ടുണ്ടാക്കുന്ന എഫക്റ്റ് കൺസിഡർ ചെയ്യുക. അപ്പൊ ആ സിംഗിൾ ഫോഴ്സിനെ എന്താ പറയുക? റിസൾട്ടന്റ് എന്ന് പറയും. ഇനി
പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്, ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയം കണ്ടീഷൻ. ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറയുന്നത് അനങ്ങത്തില്ല, ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ റെസ്റ്റ് എന്നുള്ള ഒരു കണ്ടീഷനിൽ ഇരിക്കുക, സ്റ്റേബിൾ ആണ് അല്ലെ. ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുക എന്ന് പറയുമ്പോൾ അത് സ്റ്റേബിൾ പൊസിഷനാണ്. അപ്പൊ ഒരു ബോഡി ഇങ്ങനെ ഇരിക്കുക, ഈ ബോഡിയിൽ ഇവിടുന്നും 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 എല്ലാം കുറെ ഫോഴ്സസ് ആക്ട് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ നോക്കിയേ, ഇപ്പൊ ഞാൻ പറഞ്ഞു കൊലീനിയർ ഫോഴ്സസ് എന്ന് പറഞ്ഞില്ലേ, ഇങ്ങോട്ടുണ്ട് ഇങ്ങോട്ടുണ്ട് ഇങ്ങോട്ടുണ്ട്. ഈ ഡയറക്ഷനിൽ 5, 10, ഇങ്ങോട്ടുള്ളത് ഒരു 7, ഇതൊരു 15, ഇതൊരു 2 എന്ന് പറഞ്ഞു. ഈ ഒരു ഇതില് കുറെ ഫോഴ്സസ് ആക്ട് ചെയ്യുക. അപ്പൊ റൈറ്റിലോട്ടുള്ള ഫോഴ്സസ് ആഡ് ചെയ്ത് പറഞ്ഞേ, 5, 10, 15, 30, 32 ഇതാണ് റൈറ്റിലേക്ക് പോകുന്നത്. ലെഫ്റ്റിലോട്ടുള്ള ഫോഴ്സസ് ആഡ് ചെയ്ത് പറഞ്ഞേ, ലെഫ്റ്റിലേക്കുള്ള ഒറ്റ ഫോഴ്സേ ഉള്ളൂ, 7. എത്ര ഫോഴ്സസ് ആണ് വരുന്നത്? ഇതില് അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാൻസൽ ആയി പോയിട്ട് എത്ര ഫോഴ്സാ വരുന്നത്? 32ന് 7 കുറച്ചുള്ള ഫോഴ്സ് ആണ് അവിടെ വരുന്നത് അല്ലേ. 25 എന്നുള്ള ഫോഴ്സ് ആണ് വരുന്നത്. എങ്ങോട്ടാണ് അതിനെ മൂവ് ചെയ്യിക്കുന്നത്? റൈറ്റിലേക്കാണ് മൂവ് ചെയ്യിക്കുന്നത്. റൈറ്റിലേക്ക് 25 ഫോഴ്സ് ആക്ട് ചെയ്ത്, അപ്പൊ ഇതിനെല്ലാം റീപ്ലേസ് ചെയ്തിട്ട്, അപ്പൊ ഈ ബോഡിയില് ഇതിനെല്ലാം റീപ്ലേസ് ചെയ്തിട്ട് 25 ന്യൂട്ടൺ ഫോഴ്സ് റൈറ്റിലേക്ക് കൊടുത്താൽ മതി. ഓക്കെ, ഇനി നോക്കിയേ ഇക്വിലിബ്രിയം കണ്ടീഷൻ. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്നത് പോരാഞ്ഞ് ഒരു കണ്ടീഷനൂടെ പറയാണ്, ഇത് ഇക്വിലിബ്രിയം സ്റ്റേബിൾ ആയിരിക്കണം, അനങ്ങരുതെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ ബോഡി റൈറ്റിലേക്ക് പോവരുത് എന്ന് പറയുകയാണെങ്കിൽ എന്താ വേണ്ടേ? ഈ 25 ന്യൂട്ടൺ ഫോഴ്സ് തിരിച്ച് ഡയറക്ഷനിൽ കൊടുത്താൽ പോരെ. അപ്പൊ ഈ ബോഡി അറ്റ് റെസ്റ്റ് എന്ന് പറയുന്ന കണ്ടീഷനിലാവത്തില്ലേ? അപ്പൊ നമുക്കിപ്പോ പുതിയൊരു ടേം വരികയാണ്, ഇക്വിലിബ്രന്റ്. നമ്മൾ ആദ്യം റിസൾട്ടന്റ് പറഞ്ഞു. റിസൾട്ടന്റ് എന്ന് പറയുന്നത് ഒരുപാട് ഫോഴ്സസ് ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന എഫക്ട് എന്ന് പറയുന്ന ഒരു സിംഗിൾ ഫോഴ്സ് കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ആ സിംഗിൾ ഫോഴ്സിനെ പറയുന്ന പേരാണ് റിസൾട്ടന്റ് എന്ന് പറയുന്നത്. ഇനി ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ടേം, പല ഫോഴ്സസ് ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ബോഡിയെ സ്റ്റേബിൾ പൊസിഷനിൽ, ഇക്വിലിബ്രിയം പൊസിഷനിൽ നിർത്താൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നേ? അതിന്റെ റിസൾട്ടന്റ് കണ്ടുപിടിക്കണം. ആ റിസൾട്ടന്റ് കണ്ടുപിടിച്ച് റിസൾട്ടിന്റെ അതേ അളവിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ സിസ്റ്റത്തെ, ആ ബോഡിയെ നമുക്ക് ഇക്വിലിബ്രിയം കണ്ടീഷനിൽ നിർത്താൻ പറ്റും. അതായത് ഒരു ബോഡിയെ ഒരുപാട് ഫോഴ്സസ് ആക്ട് ചെയ്യുകയാണ് ആ ബോഡിയിൽ എങ്കിൽ എന്താ വേണ്ടേ? അതിന്റെ റിസൾട്ടന്റ് കണ്ടുപിടിക്കുക. ഇതെല്ലാം പല ഫോഴ്സസിന്റെയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ക്യാൻസൽ ആയി പോയിട്ട് ഒരു റിസൾട്ടന്റ് ഫോഴ്സ് കണ്ടുപിടിക്കുക. ആ റിസൾട്ടന്റ് ഫോഴ്സ് ഞാൻ ഈ പറഞ്ഞത് റിസൾട്ടന്റ് 25 എന്ന് പറയുന്നത്. അപ്പൊ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സിസ്റ്റം ഓഫ് ഫോഴ്സസിന്റെ റിസൾട്ടന്റിന്റെ അതേ മാഗ്നിറ്റ്യൂഡും ഓപ്പോസിറ്റ് ഡയറക്ഷനും. അപ്പൊ ഇത് ഇക്വിലിബ്രിയം ആണ്. മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, ബട്ട് ഈസ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ദെൻ അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് റെസല്യൂഷൻ ഓഫ് ഫോഴ്സസിനെ കുറിച്ചല്ലേ നമ്മൾ പറഞ്ഞത്. റെസല്യൂഷൻ ഓഫ് ഫോഴ്സസിലാണ് നമ്മൾ റിസൾട്ടന്റിനെ കുറിച്ചും ഒക്കെ പറഞ്ഞത് അല്ലെ. റിസൾട്ടന്റ് കണ്ടുപിടിക്കുന്നതാണ് റെസല്യൂഷൻ. റിസോൾവ് ചെയ്യുക, അതിനെ റിസൾട്ടന്റ് കണ്ടുപിടിക്കുന്ന ആ മെത്തേഡ് റെസല്യൂഷൻ ഓഫ് ഫോഴ്സസ് എന്ന് പറയുന്നത്. ഇനി ഈ റെസല്യൂഷൻ ഓഫ് ഫോഴ്സസ്, രണ്ട് ഫോഴ്സസ് ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുകയാണെങ്കിൽ റെസല്യൂഷൻ ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറയുന്ന ഒന്നെന്ന് പറയുന്നത് പാരലോഗ്രാം ലോ ഓഫ് ഫോഴ്സസ്. ഇത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. രണ്ടെന്ന് പറയുന്നത് ഇത് ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് if two forces act
ആക്ടിങ് അറ്റ് എ പോയിന്റ്. അതായത് രണ്ട് കൺകറന്റ് ഫോഴ്സസ് ആക്ട് ചെയ്യുമ്പം റിസോൾവ് ചെയ്യുന്ന മെത്തേഡാണ് പാരലോഗ്രാം ലോ ഓഫ് ഫോഴ്സസ് എന്ന് പറയുന്നത്. ഇപ്പം മോർ ദാൻ 2 ഫോഴ്സസ് ആക്ട് ചെയ്യുകയാണെങ്കിൽ, രണ്ടിൽ കൂടുതൽ ഒന്നിലധികം ഫോഴ്സസ് ആക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ റെസല്യൂഷൻ ഓഫ് ഫോഴ്സസ് എന്ന് പറയുക. റിസോൾവ് ചെയ്യുക, റെസല്യൂഷൻ ഓഫ് ഫോഴ്സസ് എന്ന് പറയും. റെസല്യൂഷൻ ഓഫ് ഫോഴ്സസ് എന്ന് പറയും. മനസ്സിലായല്ലോ? അപ്പം ഇത് രണ്ട് ടേമും നമുക്ക് ഒരു അവർ ടൈമേ തന്നിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. ഇത്രയും കാര്യങ്ങള് ജസ്റ്റ് നോട്ട് നിങ്ങൾക്ക് ഞാൻ സെൻഡ് ചെയ്യുന്നുണ്ട്. ആ നോട്ട് നോക്കുക, അത് നന്നായിട്ട് പഠിക്കുക. അതിനുശേഷം അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.